കാരണം തുടക്കം തന്നെ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴേ ഇത് ചത്തു. അത് തന്നെ ഒരു മര്യാദയില്ലാത്ത പണിയാണ്. ഒരു പണിയില്ലാത്തവരെ വിളിച്ചുകൊണ്ട് നിർത്താൻ പറ്റിയ സ്ഥലമല്ല ഇത്. ഇവിടെ സൂചിപ്പിച്ച പോലെ വിജയ സോപാനത്തിലേക്ക് എത്തട്ടെ എന്ന് ബഹുമാന്യായ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും എല്ലാം വേറെ മൈക്കിലാണ് പ്രസംഗിക്കുന്നത്. ഈ മൈക്ക് ബുക്ക് ചെയ്ത ആളാരാണെന്ന് വെച്ചാൽ ഇവരെ പറഞ്ഞു വിടുകയോ വേറെ മൈക്ക് കൊണ്ടുവരികയോ ചെയ്യണം. പറയുന്നുണ്ടെന്നും തോന്നരുത്. കാരണം ഞങ്ങളുടെ പ്രസംഗം ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഈ വേദിയിൽ കലാപരിപാടി അവതരിപ്പിക്കുന്ന ഒരു കുട്ടി പാട്ട് പാടുന്നു എന്ന് വയ്ക്കും. പാട്ടിനിടയ്ക്ക് വെച്ച് മൈക്കങ്ങ് പോയി. ആ കുട്ടിയുടെ കാര്യം കഴിഞ്ഞു. മാനസികമായി കുഞ്ഞുങ്ങൾ തകരാനിടയാവും. അങ്ങനെ മൈക്ക് നിന്നുപോയാൽ സംഘാടകർ ആ കുഞ്ഞിനെ ഒന്നുകൂടി പാടാൻ അനുവദിക്കണം. ആ കുട്ടിയുടെ കുഴപ്പമില്ല. മൈക്ക് നിൽക്കുന്നതോടെ ഈ കുട്ടി പതറും. നമ്മൾ ആരായാലും അങ്ങനെയാണ്. നമ്മൾ പതറി കഴിഞ്ഞാൽ കഥാപ്രസംഗമുണ്ട്, മിമിക്രിയുണ്ട്, പാട്ടുകളുണ്ട്, കവിതയുണ്ട്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന മൈക്ക് ഒരു കാരണവശാലും സ്റ്റേജിൽ കൊടുക്കരുത്. മൈക്കിന് സാധനമില്ലെങ്കിൽ വേറെ എവിടെയും എടുത്തുകൊണ്ട് വന്നിട്ടേ കലാപരിപാടി തുടങ്ങാവൂ. മൈക്ക് നിന്നാൽ ആ കുഞ്ഞിന് മറ്റൊരു അവസരം കൂടി കൊടുക്കണം. അത് ന്യായമായൊരാവശ്യമാണ്. കാരണം ഇത്തരം പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ട, ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദ സംവിധാനങ്ങൾ. അത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്ത് പരിപാടിയാണ്, മിമിക്രി ആണെങ്കിലും നാടകം, കൃത്യമായി നാടകമാണെങ്കിലും ഒക്കെ കൃത്യമായി സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യണം. ഇത് പഴയ കാലമല്ല. ഈ സൗണ്ട്സ് ഒരുപാട് ആളുകൾ ഇവിടെ വരും. കാരണം വെട്ടിക്കവല എന്ന സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കല ആസ്വദിക്കാൻ കഴിവുള്ളവരാണ്. ഇവിടെ വരെ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കണം. ശബ്ദ സംവിധാനം കൃത്യതയുള്ളതായിരിക്കണം. ഇപ്പോഴും ഈ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, ചത്ത് കിടക്കുകയാണ്. അവരെടുത്ത് വേറെ സാധനം എടുത്തുകൊണ്ടാൻ പറയണം. അത് കൊണ്ടുവന്നതിന് ശേഷമേ കുഞ്ഞുങ്ങളെ മത്സരത്തിലേക്ക് കൊണ്ടുപോകാവൂ. മത്സരത്തിൽ വളരെ നിർബന്ധമായും പറയാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ഉണ്ട്, PTA ഇവിടെ ഉണ്ട്. ഒരു കാരണവശാലും മത്സരത്തിനിടയ്ക്ക് മൈക്ക് ചീത്തയായാൽ ആ കുഞ്ഞിന് വീണ്ടും ഒരു അവസരം കൊടുക്കണം. അപ്പോൾ കൊടുത്തില്ലെങ്കിലും രണ്ട് നമ്പർ കഴിഞ്ഞ് കൊടുത്തിരിക്കണം. അത് സംഘാടകർ വളരെ ശ്രദ്ധിക്കുക. അതൊരു പരാതിയും അതൊരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം തുടക്കം തന്നെ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴേ ഇത് ചത്തു. അത് തന്നെ ഒരു മര്യാദയില്ലാത്ത പണിയാണ്. ഒരു പണിയില്ലാത്തവരെ വിളിച്ചുകൊണ്ട് നിർത്താൻ പറ്റിയ സ്ഥലമല്ല ഇത്. കുഞ്ഞുങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും സൂക്ഷ്മദൃഷ്ടിയിൽ കാണുകയും കുഞ്ഞുങ്ങളുടെ കഴിവുകളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ദിനമാണ് ഈ 4 ദിനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുട്ടി വിജയിക്കേണ്ട ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഇതുപോലൊരു അപാകത പറ്റിയിട്ട് പുറകോട്ട് പോകേണ്ടി വന്നാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക വിഷമം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ചെയ്യണം. മൈക്കാരാണ് ഏർപ്പാട് ചെയ്ത മോനെ ഫീല കേട്ടോ, നല്ല കുഞ്ഞുങ്ങൾ പാടാൻ വരുന്നതിനും എല്ലാം ശരിയാക്കിയേക്കണം കേട്ടോ. ഈ തല്ലിപ്പൊടി സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലത് കൊടുക്കും. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന രഞ്ജിത് കുമാർ അവർ ഇവിടെ വരുന്ന ജഡ്ജസും വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വരും. അവർ നിങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ മിടുക്കരായി ഇത് ജഡ്ജ് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു കലാകാരനോ ഒരു കലാകാരി വന്നിരിക്കുമ്പോൾ അവർ വിചാരിക്കും ഞാനാണിതിൽ ഒരു മിടുക്കൻ, ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റിയ ആൾ. പക്ഷേ ഇവിടെ സാധാരണക്കാർ, വെട്ടിക്കവലയിലെ സാധാരണ ജനങ്ങൾ അറിവുള്ളവരാണ്. ഈ ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ഇവർക്കെല്ലാം കലാപരമായ വലിയൊരു വാസന. ഈ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ ക്ഷേത്രത്തോട് ചുറ്റി താമസിക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ കലാപരിപാടികളും സംഗീതവും മറ്റും ആസ്വദിക്കാൻ കഴിയുന്ന, അതായത് ലോകപ്രശസ്തരായ വ്യക്തികളുടെ കലാപരിപാടികൾ ആസ്വദിച്ച് പരിചയമുള്ള, അതിനെക്കുറിച്ച് ശരിയായ വിലയിരുത്തൽ നടത്താൻ അറിയുന്ന നാട്ടുകാരുണ്ട് ചുറ്റും എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഈ സ്ഥലത്തിൻ്റെയും ഒരു പ്രത്യേകത. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം കുഞ്ഞുങ്ങളുടെ പരിപാടികളിൽ മാർക്കിടാൻ. ഒരു തർക്കം ഉണ്ടാകരുത്. ഈ അപ്പീൽ പോകും, അപ്പീൽ കൊണ്ട് നിറഞ്ഞു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീതിയുള്ളിടത്ത് അപ്പീൽ വരത്തില്ല. നീതിപൂർവമായിരിക്കണം നമ്മളുടെ പരിചയം, നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ, നമുക്ക് വേണ്ടപ്പെട്ട വീട്ടിലെ കുട്ടികൾ, നമുക്ക് വേണ്ടപ്പെട്ട സ്കൂളിലെ കുട്ടികൾ, അങ്ങനെയുള്ള യാതൊരു പരിഗണനയും ജഡ്ജസ് കൊടുക്കാൻ പാടില്ല. ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില ന്യായം പറയാതിരിക്കുന്നത് ശരിയല്ല. ഒരു കുട്ടി വിജയിക്കേണ്ട ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഇതുപോലൊരു അപാകത പറ്റിയിട്ട് പുറകോട്ട് പോകേണ്ടി വന്നാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക വിഷമം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. രക്ഷിതാക്കളോടും കുഞ്ഞുങ്ങളോടും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇതൊരു അവസാന മത്സരമല്ല. ഈ കലോത്സവം എന്ന് പറയുന്ന ഒരു അവസാന മത്സരമല്ല ജീവിതത്തിൽ.
ജീവിതത്തിൽ ഇനി ഒരുപാട് മത്സരങ്ങൾ പല രംഗത്ത് നമ്മൾ നേരിടാനുണ്ട്. ഈ ഒരു കലോത്സവത്തെ ഒരു മത്സരത്തിനുപരിയായി ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒന്നാമതെത്താൻ കഴിയില്ല. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ എത്തും നമ്മൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാം, ഞാനൊരു കലാകാരൻ കൂടിയാണ്ട് പറയുകയാണ്, നമ്മളുടെ കലാപ്രകടനം നമ്മൾ പരമാവധി കാഴ്ചവെക്കുക. എനിക്ക് മുമ്പേ വന്ന മിടുക്കരായ കുട്ടികളെക്കുറിച്ചോ എനിക്ക് പിന്നേ വരുന്ന മിടുക്കരായ കുട്ടികളെക്കുറിച്ചോ ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നറിയാൻ എൻ്റെ വിശ്വാസം. മറ്റൊരാളുമായി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ താരതമ്യം ചെയ്യരുത്. എത്തുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് തൻ്റെ കഴിവിൻ്റെ പരമാവധി തൻ്റെ പ്രകടനം മെച്ചമാക്കാൻ നോക്കുക എന്നുള്ള ചുമതല മാത്രം. എനിക്ക് സമ്മാനം കിട്ടുമോ കിട്ടുകയില്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പ്രകടനം ഒന്നാന്തരമായാൽ ജഡ്ജസ് നിങ്ങളെ തിരഞ്ഞെടുക്കും. ഞാൻ അതിനു മുമ്പ് മുന്നോടിയായി പറഞ്ഞു, ജഡ്ജസിന് പരിചയമുള്ളവർ ഈ നാട്ടുകാർ തന്നെയായിരിക്കും ജഡ്ജസൊക്കെ. പല പരിചയങ്ങളും പല പരിഗണനകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഈ മുമ്പിൽ കിടക്കുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു കലാകാരനാണ്. ഒരു കലാകാരനോ കലാകാരികളോ എപ്പോഴും നീതിയോടെ പെരുമാറണം. തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ, ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന വ്യക്തി തൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ഓഡിയൻസിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരെ ഒരുപോലെ രസിപ്പിക്കാൻ വേണ്ടി നാടകം അഭിനയിക്കുന്ന ആളാണ്. ഒരു പാട്ട് പാടുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള പാട്ടല്ല, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കലാപ്രകടനം ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ ചെയ്യുന്നത്. അപ്പം നൃത്തമാണെങ്കിലും അങ്ങനെ തന്നെ. അത് ചെയ്യുന്നവർ ഒരിക്കലും തനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ അപ്രീസിയേഷൻ, ജാതി മത വ്യത്യാസമില്ലാതെ തനിക്ക് കിട്ടിയ അപ്രീസിയേഷൻ, അത് ഈ കുഞ്ഞിനും കൊടുക്കാൻ തയ്യാറാണ്. വളരെ സ്വതന്ത്ര മനസ്സോടുകൂടി ചിന്തിക്കുകയും കഴിവുള്ള കുഞ്ഞുങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നമ്മൾ അനീതി ചെയ്താൽ നരകത്തിൽ പോകും എന്നൊരു സംശയമില്ല. നീതി ചെയ്താൽ നമുക്ക് എവിടേക്കാം. ബൈബിളിൽ പറയുന്നുണ്ട്, നീതിമാനാണ് ദൈവം ഏറ്റവും സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് ജഡ്ജസ് വളരെ നീതിമാന്മാരായ നീതിമതികളുമായിരിക്കണം. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ കോടതിയിലും മറ്റുമുള്ള ജഡ്ജിമാരുടെ ആ സുതാര്യതയും നീതിബോധവുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിവിടെയും ഉണ്ടാകണം. ഈ കലാപരിപാടികൾ ജഡ്ജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അർഹമായ അംഗീകാരം കൊടുക്കുന്ന തരത്തിൽ പലപ്പോഴും ഈ കലോത്സവം തുടങ്ങും മനസ്സിലാവും. തുടങ്ങിയോട്ട് കഴിഞ്ഞാൽ ഇതിലേത് കുട്ടിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് പറയാൻ സാധാരണക്കാരായ നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഗംഭീരമായ പെർഫോമൻസുകളാണ് ഈ സ്റ്റേജിൽ ഇനി നടക്കാൻ പോകുന്നത്.